നമസ്കാരം. പൊതുവേദി ആരംഭിക്കുന്നു. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഓൺലൈനായി വാങ്ങിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് രശ്മി രാജിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് രശ്മി മരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ രശ്മിയുടെ കുടുംബം രംഗത്ത് വന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോട്ടൽ അടിച്ചു തകർത്തു. പ്രതിഷേധം ശക്തമായതോടെ ഹോട്ടൽ തുറന്നുകൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അറിയിച്ചു. സംസ്ഥാനത്ത് 14 ജില്ലകളിലും വ്യാപകമായി പരിശോധനകൾ നടത്താൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശുചിത്വമില്ലാത്തതോ മായം കലർന്നതോ ആയ ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഈ വളരെ നിർഭാഗ്യകരമായ 1-2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി 14 ജില്ലകളിലും വ്യാപകമായിട്ടുള്ള പരിശോധന നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ, രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ അവയ്ക്കെതിരെ നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലൈസൻസ് ഉണ്ടെങ്കിലും ശുചിത്വമില്ലാത്ത, മായം കലർത്തുന്ന അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന, കാലപ്പഴക്കമുള്ള ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ പ്രവർത്തിപ്പിക്കാനായിട്ട് അനുവദിക്കാത്ത രീതിയിലുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫൈനൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രിവൻസ് പോർട്ടൽ, അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വിഷം വിളമ്പുന്നു, പരിശോധന പ്രഹസനമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 100. ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു യുവതിയാണ് ഒരു അൽഫാം വാങ്ങി, പാഴ്സൽ വാങ്ങി കഴിച്ച് തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കുന്നത്. നമുക്കൊപ്പം ആദ്യ പ്രേക്ഷകൻ ചേരുന്നു. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദ്, എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഇപ്പോൾ മറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരിശോധനകൾ വ്യാപകമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും 14 ജില്ലകളിലും നടക്കുന്നു എന്നാണ് അറിയുന്നത്. എന്താണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന് താങ്കൾ കരുതുന്നു? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. പിന്നെ ഇത് ഇങ്ങനെ പലതും പല സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ പിടിച്ച് ഒരു പരിശോധനയും വേറുള്ളതൊക്കെ നടക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1957 നിലവിലുണ്ട് എന്നുള്ളതാണ് എന്റെ ധാരണ. ഇത് പ്രകാരം ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് ഇൻസ്പെക്ടറും അദ്ദേഹത്തിന്റെ ഒരു ക്ലർക്കും ഒരു പ്യൂണും ഈ നാടാകെ നടന്ന് പരിശോധന എല്ലാ സമയത്തും നടത്താറുണ്ട്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. ഇപ്പൊ അതേ ആക്ട് പോയോ എന്നുള്ളത് അറിയില്ല. എങ്കിലും കൂടിയിട്ട് ഇത് ഇപ്പൊ പിടിച്ച് ബോഡി തച്ചൊളിച്ചാനും ഹോട്ടൽ തച്ചൊളിച്ചാനും ഒക്കെ പലരും ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് അല്ല, ഈ നിയമം കർശനമായിട്ട് നടപ്പാക്കണം. അത് നടപ്പാക്കിയാൽ മാത്രമേ ഉള്ളൂ. ഇത് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ അത് കഴിയും. റോട്ടിലും പിന്നെ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഈ പലഹാരങ്ങളും ഈ സാധനങ്ങളും നമ്മളെ കാണാൻ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കണ, നമ്മൾ വാങ്ങി കഴിക്കണേ, നമ്മളെ കുട്ടികളൊക്കെ കഴിക്കണേ. നമ്മളെ കുട്ടികളെന്ന് വെച്ചാൽ സാധാരണ കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോ ഇത് തുടരാൻ അനുവദിക്കാതെ അവർക്കൊരു കർശന താക്കീത് നടപടി ഇവർക്ക് കൊടുക്കാൻ ഈ സർക്കാരിനും, അതേസമയം ഇതിന്റെ ഫുഡ് ഇൻസ്പെക്ടർ പോലത്തെ ആൾക്കാർ ഏത് സമയത്തും സാധാ ഓഫീസായിട്ട് കുത്തിരുന്നാ പോരാ. അവര് യഥാസമയം അവർക്ക് പിന്നെ എന്തെങ്കിലും ചെറിയ ന്യൂസൊക്കെ കിട്ടുകയാണെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് അവർക്ക് സാമ്പിൾ എടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു സർക്കാർ അതായത് സ്ഥലത്തിന് കൊടുക്കും. അതും കൊടുത്തിട്ട് അവിടെ പോയിട്ട് വേണമെങ്കിൽ പോലീസിന്റെ സഹായം ഉണ്ടാക്കിയിട്ട് ഏത് സമയത്തും ഒരു മാസത്തിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇത്ര, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര, അത് രാവും പകലും ഇല്ലാതെ എടുക്കാനുള്ള പവർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ആണെന്നുള്ളതാണ് മാഡം എനിക്ക് പറയാനുള്ളത്. ശരി, കൃത്യമായ പരിശോധന വേണം. അത് പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലാണ്ട് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും വേണം എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, രഘുനന്ദനൻ. താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? ഇത് ഒറ്റ
നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ഇത് നിരന്തരം ജില്ലകളിൽ ഇങ്ങനെ മാറി മാറി സംഭവം നടക്കുന്നു. ഒന്നുകിൽ അത്യാവശ്യമല്ലാത്ത സമയങ്ങളിൽ ഹോട്ടൽ ഭക്ഷണം ഉപേക്ഷിക്കുക, അല്ലെ ഓൺലൈൻ വഴിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിർത്താൻ ഉപഭോക്താവ് നിർബന്ധിതരാകണം. അപ്പം അത്യാവശ്യത്തിന് കഴിക്കുകയും വേണം. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സ്ക്വാഡ് പ്രവർത്തനം നടക്കുക പറഞ്ഞാൽ ഈ 14 ജില്ല നമ്മൾ പറയുന്നത്, ഈ 14 ജില്ലയിലും ആരെയും അറിയിക്കാതെ ഒരേ ടൈമിൽ പെട്ടെന്ന് മുറിക്കകത്ത് കയറിയിട്ട് കതവടച്ചിട്ട് പരിശോധന നടത്തുന്ന മാതിരി ഉള്ള പരിശോധനകൾ ആരും പരസ്പരം അറിയാതെ നടത്തിയിട്ട് കർശനമായ നടപടി ഇതിലുണ്ടാവണം. ഫോൺ നമ്പറുകൾ അതെല്ലാ ഹോട്ടലും പ്രദർശിപ്പിക്കാനുള്ള ഇത് വേണം. അപ്പം ഇത് എന്നിട്ട് ഈ പിടിക്കുന്നത് കൊല്ലത്ത് തിരുവനന്തപുരത്ത് ഇത്ര ഹോട്ടലിന്റെ എണ്ണം കൊടുത്തിട്ട് കാര്യമില്ല. ഏതെല്ലാം ഹോട്ടലാണ് അതിന്റെ പേരുകൾ പ്രദർശിപ്പിക്കണം. അത് നമ്മൾ പൊതു ഇടങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കണം. ഇന്ന ഹോട്ടലുകളാണ്. നാളെ ആ സമയത്ത് അവരത് ചെയ്യാതിരിക്കണം. ഇപ്പൊ തന്നെ ചത്ത കോഴി, അതായത് കൊല്ലുന്നതിന് മുമ്പേ ചത്ത കോഴികൾ വ്യാപകമായിട്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പുറത്തു വന്ന വാർത്തയാണ്. അത്രയായി വാർത്ത പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പം അത് കണക്ക് ഇത് എല്ലാവരും അത് സഹകരിച്ച് ഇതിനെ കർശനമായ നടപടി ദിവസം ഇങ്ങനെ കാണിച്ചിട്ട് ഇതിനെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പൊ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറഞ്ഞത് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഏകോപനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇറച്ചി ഇങ്ങനെ വരുന്നതും അങ്ങനെ ഈ ഇറച്ചി വെട്ടുന്നിടത്ത് ലൈസൻസ് ഇല്ലാതെ വെട്ടുന്നതാണെന്ന്. പക്ഷെ അപ്പൊ ഈ സുരക്ഷ ഇത് ഏകോപനം വേണം, കർശനമായ നടപടി ഉണ്ടാവണം. അല്ലാതെ ഇത് ചുമ്മാതെ മന്ത്രി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നടപ്പിലാക്കിയതിന് ശേഷം ഇത് നടന്നു എന്ന് നമുക്ക് പറയാം. തീർച്ചയായും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, കൃത്യമായ ഇടവേളകളിൽ ഈ പരിശോധനകൾ കൃത്യമായി നടക്കണമെന്നതാണ്. ഇതിപ്പോൾ ഈ ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കഴിച്ച ഭക്ഷണം ആണ് അൽഫാം എന്ന് പറയുന്നത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പലവിധ കാരണങ്ങളുണ്ട്. കൃത്യമായ വേവ് കിട്ടിയില്ലെങ്കിൽ അത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാം. ഒപ്പം കൊടുക്കുന്ന മയണൈസ് പോലെയുള്ള സാധനങ്ങൾ അത് കൂടുതൽ സമയം ഇരുന്നാൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നതിന് കാരണം വരും. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെയും ഉണ്ടാകുന്ന പലവിധത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉണ്ട്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ചത്ത കോഴിയെ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആശങ്കപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമായി ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആപത്തുകൾ ഉണ്ടാക്കാതെ ഇരിക്കുകയുള്ളൂ. ആ രീതിയിലുള്ള എല്ലാവിധ പരിശോധനകളും എല്ലായിടത്തും കൃത്യമായി നടക്കണം എന്നൊരു കാര്യമാണ് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. പരവൂരിൽ നിന്നും കലാധരൻ പറഞ്ഞോളൂ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നേരത്തെ ഷവർമ കഴിച്ച് കുട്ടി മരിച്ച സംഭവം ഉണ്ടായപ്പോൾ ആ സമയത്ത് കുറേയധികം പരിശോധനകൾ നടന്നു. എപ്പോഴിങ്ങനെ ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ സമയത്ത് മാത്രം നടക്കുന്ന ഒരു ഏർപ്പാടായി ഈ പരിശോധനകൾ മാറുകയാണോ? ഒരു സംശയമില്ല അക്കാര്യത്തില്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരുപാട് കേസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. കുടുംബം മൊത്തം പോയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ എന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നല്ലാതെ അവര് കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പോയി പ്രവർത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഇത് മരത്തിന്റെ വളവും ആശാരിയുടെ കുറ്റവും എന്ന് പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്കും ഒരുപാട് നിരുത്തരവാദിത്വം ഇക്കാര്യത്തില്. എന്താണെന്നറിയാമോ? അവർക്ക് ഓൺലൈനിൽ കുറെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നു. നമ്മൾ വാങ്ങുന്ന ഭക്ഷണമല്ല, നമ്മൾ വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കള് മുഴുവൻ വിഷം കലർന്നതാണ്. അതിലൊരു സംശയമില്ല. കഴിച്ച നാളെ ജീവിക്കോ അല്ലെങ്കിൽ മരിക്കോ എന്നുള്ള ഭയത്തിലാണ് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. എന്ത് ചെയ്യും? കഴിക്കാതെ പറ്റുമോ? പക്ഷേ ഇവിടെ ശക്തമായ ഒരു സംവിധാനം ഒരു കാര്യത്തിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് മാറ്റം വരാത്തിടത്തോളം കാലം ഒരു പ്രയോജനമില്ല. ഒരു മരണം നടക്കും, അപ്പോൾ ഒരു അന്വേഷണം, അത് കഴിഞ്ഞ ടപ്പ്, പിന്നെ അക്കാര്യത്തിലേക്കില്ല. ഇത് സാധനങ്ങൾ വാങ്ങുന്ന മീൻ മാർക്കറ്റിൽ ചെന്ന് നോക്ക്, പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന് നോക്ക്, സർവത്ര വിഷം കലർന്നതാണ്. ഇതിനാരെ നോക്കാനുള്ളത്? ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കടക്കാർക്ക് ഭയം ഉണ്ടാവില്ലേ? പക്ഷെ സംവിധാനം ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പൊങ്ങച്ചം പറയും, നമ്മളോ ഭയങ്കരമായിട്ട് ഒക്കെ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഇവിടെ എല്ലാവരും അഭ്യസ്തവിദ്യരാണ്, എല്ലാ തിരിച്ചറിവുള്ളവരാണെന്നൊക്കെ വങ്കത്തം പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. ശരി, താങ്ക് യു. വളരെ നന്ദി കലാധരൻ വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. ഭക്ഷണത്തിൽ അത് നമ്മൾ വാങ്ങി പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിലാണെങ്കിൽ പോലും സർവത്ര മായമാണ് എന്നൊരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എല്ലാ വിഭാഗവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രേക്ഷകനുണ്ട്, സിജു തൃശ്ശൂരിൽ നിന്നും. സിജു, ഇവിടെ ഇപ്പോൾ ഈ സിജോ തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സിജോ, ഇവിടെ ഇപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയെന്ന് കരുതുന്ന ഭക്ഷണം വാങ്ങിച്ച
സംക്രാന്തിയിലെ ഹോട്ടൽ, അത് നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ കേട്ടിരുന്നു. അവിടെ നേരത്തെയും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു എന്നതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷവും അവർക്കത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആയി. നമ്മൾ പലപ്പോഴും അത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുന്നു, അവർ ഏതെങ്കിലും വിധേന അത് തുറക്കുന്നു, വീണ്ടും ഈ രീതിയിലുള്ള ഭക്ഷണം തന്നെ വിതരണം ചെയ്യുന്ന സംഭവങ്ങൾ അത് ആവർത്തിക്കുന്നതായാണോ തോന്നുന്നത്? ഇത് തെറ്റായിട്ട് കോട്ടയം നഗരസഭയ്ക്ക് ഉണ്ട്, അവിടുത്തെ ഭക്ഷ്യ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് അടഞ്ഞിട്ട് തിരിച്ച് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിച്ചത് എന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. പിന്നെ ഇതിപ്പോ പോയിപ്പോ ആ കുടുംബത്തിനല്ലേ പോയത്, ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഓടിച്ചിട്ട് പിടിക്കും 14 ജില്ലകളിലും. ആ വടക്കാഞ്ചേരിയൊക്കെ ടൂറിസ്റ്റ് ഹൗസ് മറിഞ്ഞപ്പോ ഇതായിരുന്നല്ലോ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേ അവർക്കൊക്കെ കണ്ണു തുറക്കുള്ളൂ. ഇനിയിപ്പോ അടുത്ത ദുരന്തത്തിന് വരെ കാത്തിരിക്കേണ്ടി വരും. ഇത് ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കണം. ശരിക്കും ഓഫീസർക്കെതിരെ ഒരു നടപടി വേണ്ടി വരും. അവരുടെ ജോലി കളഞ്ഞാലും അത് കുഴപ്പമില്ല, കാരണം ജീവൻ വെച്ചാണ് ഇവർ കളിക്കുന്നത്. അതെ, എന്റെ അഭിപ്രായം. സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കുന്നു ഉദ്യോഗസ്ഥർ. ഇതുമായി ബന്ധപ്പെട്ടവർ, നടപടിയെടുക്കേണ്ടവർ എല്ലാം. അതാണ് ഉയരുന്ന ആശങ്ക. നമ്മൾക്ക് ഹോട്ടൽ ഭക്ഷണം, അമിതമായ ഹോട്ടലുകളെ ആശ്രയിക്കുന്നത് അതിനെതിരെ ബോധവൽക്കരണം വേണം. പക്ഷേ ആവശ്യത്തിന് ഹോട്ടലുകളെ സമീപിക്കുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് വൃത്തിയുള്ള ശുദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്തം ഇതുമായി ബന്ധപ്പെട്ടവർക്കുണ്ട്. അത് ഇല്ലാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ജീവൻ എടുക്കുന്നതിലേക്ക് വരെ എത്തിയിരിക്കുന്നു. മറ്റ് നിരവധി പേർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമായതോടെ ഹോട്ടൽ തുറന്നുകൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അറിയിച്ചത്. അത് ഇത്രയധികം പ്രതിഷേധം ഉണ്ടാവുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി അവ കട തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. നമുക്കൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. പുനലൂരിൽ നിന്നും ബാബു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാഡം, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കോഴി, മീൻ, ഭക്ഷ്യസാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നിടത്ത് ഈ RTO ചെക്ക് പോസ്റ്റുകളും മറ്റുള്ള ചെക്ക് പോസ്റ്റുകളും മാറ്റി മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഭരണകൂടം ആദ്യമേ ചെയ്യേണ്ടത് ചെക്ക് പോസ്റ്റ് വഴി വരുന്ന കംപ്ലീറ്റ് ഫുഡ് ഐറ്റങ്ങളും പരിശോധിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതെ, അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ആരെങ്കിലും ചാവുമ്പോഴും ഇങ്ങനെ ഇറങ്ങി നിന്ന് പരിശോധിച്ചിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അന്നേരം ആരെങ്കിലും 10 പേര് മരിക്കുമ്പോൾ ഇറങ്ങി കംപ്ലീറ്റ് ചെക്കിങ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്ന മീൻ 10-15 ദിവസം പഴകിയ മീൻ, ഉപ്പും രസം അത് ഇട്ടല്ല വരുന്നത്. അതുപോലെ ചത്ത കോഴി ഏറ്റവും കൂടുതൽ വരുന്നത് ഈ നമ്മുടെ തമിഴ്നാട് ചെങ്കോട്ട ബോർഡർ വഴിയാണ്. അതുപോലെ ഈ പാല്, തൈര്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഈ ചത്ത കോഴിയെ ഏറ്റവും കൂടുതൽ ഈ ഹോട്ടലുകളിലൊക്കെ കംപ്ലീറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഈ തമിഴ്നാട്ടിൽ, നമ്മുടെ കേരള ബോർഡറായ തമിഴ്നാട് ചെങ്കോട്ട ബോർഡറിൽ കൂടെ വരുന്നത്. അതിനൊക്കെ ഉള്ള ചെക്ക് പോസ്റ്റുകളും അതിനുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മുടെ ജനസുരക്ഷയ്ക്ക് വേണ്ടി നിയമിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും മരിക്കുമ്പോൾ വൈകുന്നേരം നടന്ന് ചെക്ക് ചെയ്ത് ഹോട്ടലിൽ പൂട്ടുകയല്ല വേണ്ടത്. ശരി, അത്തരം സംവിധാനങ്ങൾ, ചെക്കിങ്ങിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ പലരും കമ്മീഷൻ വാങ്ങിച്ചും മറ്റുമൊക്കെ അതിന് കൂട്ടുനിൽക്കുന്ന കൂടി ഒരു സാഹചര്യം ഉണ്ട് എന്ന് വേണം നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്നുകൂടി മനസ്സിലാക്കാൻ. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. കോഴിക്കോട് നിന്ന് ബാബു എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? കോഴിക്കോടാണ് മുൻപ് ഷവർമ കഴിച്ചൊരു കുട്ടി മരിക്കുകയും തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഷവർമ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ പരിശോധനയും മാർഗനിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്തത്. അത് കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ അൽഫാമുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും 14 ജില്ലകളിലും വ്യാപക പരിശോധന നടക്കുകയാണ്. തീർച്ചയായും മാഡം, ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതിന് ആദ്യമായിട്ട് ന്യൂസ് നന്ദി പറയാണ്. കാരണം നമ്മുടെ സംവിധാനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ഒത്തിരി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ സ്ഥിതി വളരെ അവതാളത്തിലാണ്. ഇന്നിപ്പോ പോയി ആ ഹോട്ടൽ അടിച്ചു തകർത്തു. അതുകൊണ്ട് എന്താണ് ഇപ്പൊ നാളെ കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ അടിച്ചു തകർക്കുകയല്ല. ഒരു ഭക്ഷ്യ സുരക്ഷാ സംവിധാനം ഇവിടെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി സുരക്ഷാ സംവിധാനം. വടക്കാഞ്ചേരി അപകടം ഉണ്ടായ ഉടനെ തന്നെ ഇന്നും ടൂറിസ്റ്റ് ബസ്സുകൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ വലിയ രൂപത്തിലുള്ള ചെക്കിംഗ് നടക്കുന്നു. ഇനി ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ ആളുകൾ കാണുന്ന ഹോട്ടലുകൾ മുഴുവൻ ഇന്നു മുതൽക്കാരും 10 ദിവസം. അടുത്തത് മറ്റേതെങ്കിലും തരത്തിലുള്ള മേഖലയിലാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ അങ്ങോട്ട് തിരിയും. എന്താണ് ഈ നടക്കുന്നത്? ഇത് ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുള്ള പ്രശ്നങ്ങളാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ പോലുള്ള ചാനലുകൾ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെയും എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ജനസമക്ഷം ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും
നാട്ടിൽ നടക്കുന്ന ഇത്ര ഇപ്പൊ ഈ നമ്മളെ പുറത്തുനിന്ന് വാങ്ങി ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മുടെ മറ്റുള്ള പല രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണും പോലെ ഇവിടെ ഓൺലൈൻ ഫുഡും അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും തന്നെ നിർത്തലാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിന്റെ സംവിധാനങ്ങൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതും കൂടിയാണ്. അങ്ങനെ ഓൺലൈൻ ഭക്ഷണ വിതരണമൊക്കെ ഒരുപാട് പേർക്ക് ജോലി നൽകുന്നതും ഒരുപാട് പേർക്ക് സഹായകമാകുന്നതുമാണ്. പക്ഷേ അതൊക്കെ കൃത്യമായി നടക്കണം. വിതരണം ചെയ്യുന്ന ഭക്ഷണം അത് ഭക്ഷ്യയോഗ്യമായതാണ് എന്ന് ഉറപ്പുവരുത്തണം. ആ സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. വളരെ നന്ദി വിളിച്ചതിന്. ഒരിടവേളയിലേക്ക് വലിയ പ്രതിഷേധമുയരുകയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങൾ അത് വില്ലനാകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. അത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പൊതുവേദി ഇപ്പോൾ വീണ്ടും ആ വിഷയം പരിഗണിക്കുന്നത്. പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാം. നമുക്കൊപ്പം ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്നും ചേരുകയാണ്. സുബ്രഹ്മണ്യൻ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. പലതരത്തിൽ നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ചേർക്കുന്ന കാര്യങ്ങളും പലതരത്തിൽ വിഷബാധയുള്ളതാണ്. ഇതിപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം പലപ്പോഴും വില്ലനാകുന്നു. ഇപ്പോൾ വ്യാപക പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഓരോ തവണ പിടിക്കപ്പെട്ടതിന് ശേഷവും അവർ വീണ്ടും ഇത്തരം സ്ഥാപനങ്ങൾ തുറന്ന് അതേ മുമ്പ് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പഴകിയ ഭക്ഷണമായാലും ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങളായാലും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്ന് കരുതുന്നു? അത് ഭക്ഷണം ഞാൻ ഒരു 10-20 ഹോട്ടലിലെങ്കിലും 10-20 വർഷമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പണിയെടുത്തത് ഈ ഭക്ഷണം ഓവറായിട്ട് ഉണ്ടാക്കും. അതായത് ഇറച്ചി, മീന് അടക്കമുള്ള സാധനങ്ങൾ ഓവറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ചെലവാകാതെ വരുമ്പം ഇപ്പൊ സാധാരണ ഹോട്ടലിൽ ഉടമസ്ഥര് ഒന്നുകിൽ അവരുടെ വീട്ടിലൊരു സ്വകാര്യ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവിടെ സൂക്ഷിക്കും. കടയിൽ ഒരിക്കലും സൂക്ഷിക്കില്ല. അത് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം കൊടുക്കും. അത് പഴയത് ആദ്യം കൊടുക്കും, പുതിയ അന്നത്തെ സാധനം പിറ്റേ ദിവസത്തേക്കും കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസവും പഴയ സാധനങ്ങൾ എല്ലാ ഹോട്ടലിലും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോട്ടലിലും ഞാൻ നമ്മളെ മുക്കം കോഴിക്കോട് ജില്ലയിൽ ഏകദേശം കുറെ ഹോട്ടലിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും വില്ലനാകുന്നത് ഈ ഷവർമ, ഇപ്പോൾ അൽഫാം, ഈ ഒരിടത്തുനിന്ന് കുഴിമന്തി കഴിച്ചവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഷവർമ ആയാലും അൽഫാമൊക്കെ ആയാലും വേവാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വേകാത്തത് മാത്രമായിരിക്കില്ല മേഡം. അതിനകത്ത് വേറെ കാര്യമുണ്ട്. പഴകിയ ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് തിരിച്ചത് വീണ്ടും ചൂടാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാവും അതിന്റെ. അത് ഉറപ്പാണ്. കാരണം നമ്മൾ വേവിക്കാത്ത സാധനം വേവിച്ചു കൊടുക്കുന്ന പോലെയല്ല, വേവിച്ച സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വേവിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സൈഡ് എഫക്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അതിന്റെ അലർജി ഉണ്ടാവും, പ്രത്യേകിച്ച് ഇത്തരം ഭക്ഷണമാകുമ്പോൾ ഇല്ലേ. ഒപ്പം മയണൈസ് പോലെയുള്ള സാധനങ്ങളും ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പോലും അത് വിഷമായി മാറുന്ന, ശരീരത്തിന് കേടുണ്ടാക്കുന്ന, അണുബാധ ഉണ്ടാക്കുന്ന ഫംഗസ് വരാനുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും യോജിച്ചൊന്നും വരില്ല. അതെ അതെ, അത്തരം സാഹചര്യങ്ങളാണ് വില്ലനായി മാറുന്നത്. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അനുഭവമാണ്, ഒരു അഭിപ്രായവും കൂടിയാണ് അദ്ദേഹം പങ്കുവെച്ചത്. നമുക്കൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നും അലി പറഞ്ഞോളൂ. ഞാനിപ്പോ സുബ്രഹ്മണ്യൻ പറഞ്ഞ കേട്ടു. ഇപ്പം എല്ലാ കടകളിലും അങ്ങനെ കൊടുക്കണമെന്നൊന്നുമല്ല. അയാൾ ഇപ്പം പറഞ്ഞ കേരളത്തിൽ ഒരുപാട് കടകൾ പണിട്ടുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പം അൽഫാമ്, മന്തി ഇതുപോലത്തെ സാധനങ്ങളല്ല. അത് സാധാരണ ഹോട്ടലുകളിൽ അങ്ങനെ അപൂർവമായി ഉണ്ടാവും. ഇല്ല എന്ന് തീർത്ത് പറയുന്നില്ല. നടത്തിപ്പുകാരനാണോ താങ്കൾ? അതെ അതെ. പക്ഷെ ഇതിന് പ്രതിനിധി എന്ന് പറഞ്ഞത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻസ്പെക്ടർക്കോ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു കടയിൽ വന്നിരിക്കാനോ ഇതൊന്നും കഴിയില്ല. അപ്പം അതിന് ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ തുടർച്ചയായിട്ട്, ഇപ്പൊ ഞാൻ ഈ വാർത്തകൾ ഇപ്പൊ തുടർച്ചയായിട്ട് ഒന്നിലധികം തവണ ഒരേ കടയിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിക്കുന്നു, അവർക്കെതിരെ ഫൈൻ മാത്രം ഈടാക്കുന്നു. അവിടെയാണ് നമ്മൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത്. അവർക്കെതിരെ അവരുടെ കടകളുടെ മുമ്പിൽ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഭക്ഷണം പിടിക്കുന്നു, പഴകിയ ഭക്ഷണം പിടിക്കുന്നു. ഞാൻ ഇടപെടുകയാണ് ശ്രീ അലി. അദ്ദേഹം ഒരു
ഹോട്ടൽ പ്രവർത്തിപ്പിക്കുന്ന ആൾ കൂടിയാണ്. എല്ലാവരും ഒന്നും പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് സത്യം തന്നെയാണ്. എല്ലാ കടകളിലും അത്തരം അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ചിലയിടങ്ങളിൽ ഇത് ആവർത്തിച്ചുണ്ടാവുകയും ചെയ്യുന്നു എന്നതൊരു വസ്തുതയാണ്. എല്ലാവരും നല്ല ഭക്ഷണം കൊടുക്കണം എന്നത് തന്നെയാണ് പറയാനുള്ളത്. അത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അത് യഥാവിധം പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എന്തായാലും ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിൽ പരിശോധനകൾ നടക്കുകയാണ്. ഇനിയെങ്കിലും ഈ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നന്ദി. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.